നമ്മൾ പൊതുവെ മലയാളത്തിൽ സംസാരിക്കാറുള്ളതാണ്. നമ്മൾ അവിടെ എത്തുമ്പോഴേക്കും ട്രെയിൻ പോയിട്ടുണ്ടാവും, അവർ ഇവിടെ വരുമ്പോഴേക്കും ഞാൻ ഇറങ്ങിയിട്ടുണ്ടാവും, അവൾ ഉറങ്ങിയിട്ടുണ്ടാവും, അവർ സഹായിച്ചിട്ടുണ്ടാവും, അവർ പഠിച്ചിട്ടുണ്ടാവും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പൊതുവെ മലയാളത്തിൽ സംസാരിക്കാറുള്ളതാണ്. ഈ കാര്യങ്ങൾ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുക എന്നുള്ളതാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത്. നമുക്കിന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. എല്ലാവരെയും ഇംഗ്ലീഷ് ടുഡേയുടെ 69ാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. It's me, Muhammad Safwan. Welcome to the English Today. എല്ലാവരും ക്ലാസ്സുകൾ ഓർഡർ ക്രമത്തിൽ കണ്ടുപഠിച്ചിട്ടാണ് ഈ ക്ലാസ്സിലേക്ക് വന്നതെന്ന് വിചാരിക്കുന്നു. കാണാത്തവർ നിർബന്ധമായിട്ടും ക്ലാസ്സുകൾ ഓർഡർ ക്രമത്തിൽ തന്നെ കണ്ടുപഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ പഠിച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ കോഴ്സിലൂടെ കൃത്യമായിട്ട് ഇംഗ്ലീഷ് പഠിക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ നിങ്ങൾക്ക് സംസാരിക്കാനാണ് ആഗ്രഹമെങ്കിൽ നിങ്ങൾ എന്താണോ ഈ കോഴ്സിലൂടെ പഠിക്കുന്നത് ആ കാര്യങ്ങൾ വെച്ച് തന്നെ നിങ്ങൾ സംസാരിച്ച് പരിശീലിക്കണം. നിങ്ങൾക്ക് എവിടെയാണോ സംസാരിക്കാനുള്ള അവസരം ലഭിക്കുന്നത് അവിടെ നിങ്ങൾ നിർബന്ധമായിട്ടും സംസാരിച്ച് പരിശീലിക്കണം. അങ്ങനെ നിങ്ങൾ സംസാരിച്ച് പരിശീലിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ മറന്നുപോകും. കൂടാതെ നിങ്ങൾക്ക് മറ്റുള്ളവരുമായിട്ട് സംസാരിക്കാൻ പറ്റി എന്ന് വരില്ല. അഥവാ സംസാരിച്ച് പരിശീലിക്കാനുള്ളൊരു അവസരം മറ്റ് സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ദിവസവും അരമണിക്കൂർ വെച്ചിട്ട് നിങ്ങളെ സംസാരിപ്പിച്ച് പരിശീലിപ്പിക്കുന്ന കോഴ്സ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കോഴ്സിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത വരുന്നത് നിങ്ങളും ഒരു ടീച്ചറും മാത്രമായിരിക്കും ക്ലാസ്സിലുണ്ടാവും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് യാതൊരു മടിയോ പേടിയോ ഇല്ലാതെ തന്നെ സംസാരിക്കാൻ പറ്റുന്നതാണ്. നിങ്ങളുടെ ഇംഗ്ലീഷിന്റെ അറിവ് മനസ്സിലാക്കി നിങ്ങളെ സംസാരിപ്പിച്ചെടുപ്പിച്ചിട്ട് സംസാരിപ്പിക്കുന്ന രൂപത്തിലുള്ള ക്ലാസ്സസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ക്ലാസ്സിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ക്ലാസ്സിന്റെ എല്ലാ കാര്യങ്ങളും അറിയാൻ സാധിക്കുന്നതാണ്. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ഞാൻ പഠിച്ചിട്ടുണ്ടാകും എന്നങ്ങനെ പറയാൻ പറ്റും. ഞാൻ പഠിച്ചിട്ടുണ്ടാകും. ഐ വിൽ ഹാവ് സ്റ്റഡീഡ്. ഞാൻ പഠിച്ചിട്ടുണ്ടാവും. ഇതിൽ നിങ്ങൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് സാഹചര്യവും അതുപോലെ തന്നെ വാക്കുകളുടെ ഓർഡറുമാണ് നിങ്ങൾ കൃത്യമായിട്ട് ഇതിൽ മനസ്സിലാക്കേണ്ടത്. സാഹചര്യം എന്ന് പറയുമ്പോൾ ഭാവിയിൽ വരുന്ന ഒരു സമയത്ത് ഒരു കാര്യം ചെയ്തിട്ടുണ്ടാകും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ വാക്കുകളുടെ ഓർഡർ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. വാക്കുകളുടെ ഓർഡർ എന്ന് പറയുമ്പോൾ ആദ്യം ആരാണോ ഒരു കാര്യം ചെയ്യുന്നത്, പ്രവൃത്തി ചെയ്യുന്നത്, അവരെ ചേർക്കാം. ഇവിടെ എന്നുള്ളത് ഐ എന്നുള്ളതാണ്, ഐ ചേർക്കാം. രണ്ടാമത് നിർബന്ധമായിട്ടും വില്ല് ചേർക്കാം. മൂന്നാമത് ഹാവ് ചേർക്കാം. നാലാമതായിട്ട് എന്താണോ പ്രവൃത്തി വരുന്നത്, ഇവിടെ എന്നുള്ളത് സ്റ്റഡി എന്നുള്ളതാണ്. പക്ഷെങ്കിൽ പ്രവൃത്തി എന്ന് പറയുന്നത് നിർബന്ധമായിട്ടും V3 ചേർത്ത് കൊടുക്കാം. സ്റ്റഡീഡ് എന്ന് പറയാം. ഇതാണ് ഇതിന്റെ ഓർഡർ വരുന്നത്. ഈ ഒരു ഓർഡർ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. നമുക്കിതിന്റെ ഉദാഹരണ സഹിതം നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അവൻ പോയിട്ടുണ്ടാകും എന്നങ്ങനെ പറയാൻ പറ്റും. അവൻ പോയിട്ടുണ്ടാകും. ഹി വിൽ ഹാവ് ഗോൺ. അവൻ പോയിട്ടുണ്ടാകും. അവർ എത്തിയിട്ടുണ്ടാകും എന്നങ്ങനെ പറയാൻ പറ്റും. അവർ എത്തിയിട്ടുണ്ടാകും. ദേ വിൽ ഹാവ് റീച്ച്ഡ്. അവർ എത്തിയിട്ടുണ്ടാകും. അവൾ ഉറങ്ങിയിട്ടുണ്ടാകും എന്നങ്ങനെ പറയാൻ പറ്റും. അവൾ ഉറങ്ങിയിട്ടുണ്ടാകും. ഷീ വിൽ ഹാവ് സ്ലെപ്റ്റ്. അവൾ ഉറങ്ങിയിട്ടുണ്ടാകും. അവൻ സഹായിച്ചിട്ടുണ്ടാകും എന്നങ്ങനെ പറയാൻ പറ്റും. അവൻ സഹായിച്ചിട്ടുണ്ടാകും. ഹി വിൽ ഹാവ് ഹെൽപ്ഡ്. അവൻ സഹായിച്ചിട്ടുണ്ടാകും. നമ്മളിപ്പം നോക്കിയത് ചെറിയ രീതിയിലുള്ള ഉദാഹരണമാണ്. ഇത് വെച്ചിട്ട് നമുക്ക് വലിയ രീതിയിലായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ക്ലാസ് മുഴുവനായിട്ടും കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഞാൻ വൈകുന്നേരത്തിനുള്ളിൽ അവിടെ എത്തിയിട്ടുണ്ടാകും എന്നങ്ങനെ പറയാൻ പറ്റും. വൈകുന്നേരത്തിനുള്ളിൽ അവിടെ എത്തിയിട്ടുണ്ടാകും. എത്തിക്കഴിഞ്ഞ കാര്യമല്ല, എത്താൻ പോകുന്ന കാര്യമാണ് പറയുന്നത്. ഐ വിൽ ഹാവ് റീച്ച്ഡ് ദെയർ ബൈ ദ ഈവനിങ്. ഞാൻ വൈകുന്നേരത്തിനുള്ളിൽ അവിടെ എത്തിയിട്ടുണ്ടാകും. ഉള്ളിൽ എന്ന് പറയുന്നത് ബൈ എന്ന് പറയുന്നത് ഉള്ളിൽ എന്നുള്ള അർത്ഥം വരും. അടുത്ത ഉദാഹരണം നോക്കാം. അവർ രാത്രിക്കുള്ളിൽ പോലീസിൽ വിവരം അറിയിച്ചിട്ടുണ്ടാകും എന്നങ്ങനെ പറയാൻ പറ്റും. ചെയ്ത് കഴിഞ്ഞതല്ല, ഇനി ചെയ്യാൻ പോകുന്ന കാര്യമാണ് പറയുന്നത്. ദേ വിൽ ഹാവ് ഇൻഫോംഡ് ദ പോലീസ് ബൈ നൈറ്റ്. അവർ രാത്രിക്കുള്ളിൽ പോലീസിൽ വിവരം അറിയിച്ചിട്ടുണ്ടാകും. അടുത്ത ഉദാഹരണം നോക്കാം. നാളെ ഈ സമയത്ത് അവൻ അവളെ കൊന്നിട്ടുണ്ടാകും എന്നങ്ങനെ പറയാൻ പറ്റും. കൊന്നു കഴിഞ്ഞതല്ല, കൊല്ലാൻ പോകുന്ന കാര്യമാണ്. ഹി വിൽ ഹാവ് കില്ലഡ് ഹെർ ഇൻ ദിസ് ടൈം ടുമോറോ. നാളെ ഈ സമയത്ത് അവൻ അവളെ കൊന്നിട്ടുണ്ടാകും. അടുത്ത ഉദാഹരണം നോക്കാം. നമ്മൾ 10 മണിക്കുള്ളിൽ അതിർത്തി കടന്നിട്ടുണ്ടാകും എന്നങ്ങനെ പറയാൻ പറ്റും. 10 മണിക്കുള്ളിൽ നമ്മൾ അതിർത്തി കടന്നിട്ടുണ്ടാകും. വി വിൽ ഹാവ് ക്രോസ്ഡ് ദ ബോർഡർ
ബൈ 10 o'clock. നമ്മൾ 10 മണിക്കുള്ളിൽ അതിർത്തി കടന്നിട്ടുണ്ടാകും. നമ്മൾ അവിടെ എത്തുന്നതിന് മുമ്പ് അവൾ ഉറങ്ങിയിട്ടുണ്ടാകും എന്നങ്ങനെ പറയാൻ പറ്റും. ഷീ വിൽ ഹാവ് സ്ലെപ്റ്റ് ബിഫോർ വി റീച്ച് ദെയർ. നമ്മൾ അവിടെ എത്തുന്നതിന് മുമ്പ് അവൾ ഉറങ്ങിയിട്ടുണ്ടാകും. അടുത്ത ഉദാഹരണം നോക്കാം. നീ ഇവിടെ എത്തുന്നതിന് മുമ്പ് അവൾ പോയിട്ടുണ്ടാകും എന്നങ്ങനെ പറയാൻ പറ്റും. പോയി കഴിഞ്ഞതല്ല, ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യമാണ് പറയുന്നത്. ഷീ വിൽ ഹാവ് ലെഫ്റ്റ് ബിഫോർ യു റീച്ച് ഹിയർ. നീ ഇവിടെ എത്തുന്നതിന് മുമ്പ് അവൾ പോയിട്ടുണ്ടാകും. അടുത്ത ഉദാഹരണം നോക്കാം. നീ ഈ നാട് വിടുന്നതിന് മുമ്പ് പോലീസ് നിന്നെ പിടിച്ചിട്ടുണ്ടാകും എന്നങ്ങനെ പറയാൻ പറ്റും. ബിഫോർ യു ലീവ് ദിസ് കൺട്രി ദ പോലീസ് വിൽ ഹാവ് കോട്ട് യു. നീ ഈ നാട് വിടുന്നതിന് മുമ്പ് പോലീസ് നിന്നെ പിടിച്ചിട്ടുണ്ടാകും. ക്യാച്ചിൻ്റെ V2 ഉം V3 എന്നുള്ളത് കോട്ട് എന്ന് തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ ബിഫോർ യു ലീവ് ദിസ് കൺട്രി എന്നുള്ളത് നമുക്ക് ലാസ്റ്റും ചേർത്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. ദ പോലീസ് വിൽ ഹാവ് കോട്ട് യു ബിഫോർ യു ലീവ് ദിസ് കൺട്രി, അങ്ങനെയും പറയാൻ പറ്റുന്നതാണ്. അടുത്ത ഉദാഹരണം നോക്കാം. നീ അവനെ അറിയിക്കുന്നതിന് മുമ്പ് അവൻ അതിനെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ടാകും എന്നങ്ങനെ പറയാൻ പറ്റും. ബിഫോർ യു ഇൻഫോം ഹിം ഹി വിൽ ഹാവ് നൗൺ അബൌട്ട് ഇറ്റ്. നീ അവനെ അറിയിക്കുന്നതിന് മുമ്പ് അവൻ അതിനെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ടാകും. നോ എന്നുള്ളതിൻ്റെ V3 ആണ് നൗൺ എന്ന് പറയുന്നത്. അബൌട്ട് എന്നുള്ളത് നമ്മൾ പഠിച്ചതാണ്, കുറിച്ച് എന്നുള്ള അർത്ഥമാണ് വരുന്നത്. അബൌട്ട് ഇറ്റ്, അതിനെക്കുറിച്ച് എന്നുള്ള അർത്ഥമാണ് വരുന്നത്. അടുത്ത ഉദാഹരണം നോക്കാം. നീ റെയിൽവേ സ്റ്റേഷനിൽ എത്തുമ്പോഴേക്കും ട്രെയിൻ പുറപ്പെട്ടിട്ടുണ്ടാകും എന്നങ്ങനെ പറയാൻ പറ്റും. ദ ട്രെയിൻ വിൽ ഹാവ് ലെഫ്റ്റ് വെൻ യു റീച്ച് ദ റെയിൽവേ സ്റ്റേഷൻ. നീ റെയിൽവേ സ്റ്റേഷനിൽ എത്തുമ്പോഴേക്കും ട്രെയിൻ പുറപ്പെട്ടിട്ടുണ്ടാകും. ഇങ്ങനെ രണ്ട് സെൻറ്റൻസുകളെ കണക്ട് ചെയ്തിട്ട് പറയുമ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്, എന്താണോ ആദ്യം സംഭവിക്കാൻ പോകുന്നത് അത് എന്ന് പറയുന്നത് വിൽ ഹാവ് വെച്ചിട്ടാണ് പറയേണ്ടത്. ഇവിടെ എന്ന് പറയുന്നത് ആദ്യം സംഭവിക്കാൻ പോകുന്നത് ട്രെയിൻ പുറപ്പെടുകയാണ് ചെയ്യുന്നത്. അതിന് ശേഷമാണ് നീ അവിടെ എത്തും എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കാം. നമുക്ക് അടുത്ത ഉദാഹരണം നോക്കാം. നീ ഇവിടെ എത്തുമ്പോഴേക്കും ഞാൻ പോയിട്ടുണ്ടാകും എന്നങ്ങനെ പറയാൻ പറ്റും. ഐ വിൽ ഹാവ് ഗോൺ വെൻ യു റീച്ച് ഹിയർ. നീ ഇവിടെ എത്തുമ്പോഴേക്കും ഞാൻ പോയിട്ടുണ്ടാകും. ഇവിടെ വെന്നിൻ്റെ അർത്ഥം, വെൻ എന്ന് പറയുമ്പോൾ അപ്പോൾ എന്നുള്ള ഒരു അർത്ഥമാണ് വരുന്നത്. വെൻ എത്തുമ്പോൾ എന്നും പറയാം, അതുപോലെ തന്നെ എത്തുമ്പോഴേക്കും, അങ്ങനെ രണ്ട് രീതിയിലും നമുക്ക് അർത്ഥം ഇവിടെ വെക്കാൻ സാധിക്കുന്നതാണ്. അടുത്ത ഉദാഹരണം നോക്കാം. നീ ഉണരുമ്പോഴേക്കും ഞാൻ ഈ ജോലി പൂർത്തിയാക്കിയിട്ടുണ്ടാകും എന്നങ്ങനെ പറയാൻ പറ്റും. ഐ വിൽ ഹാവ് ഫിനിഷ്ഡ് ദിസ് വർക്ക് വെൻ യു വെയ്ക്ക് അപ്പ്. നീ ഉണരുമ്പോഴേക്കും ഞാൻ ഈ ജോലി പൂർത്തിയാക്കിയിട്ടുണ്ടാകും. അടുത്ത ഉദാഹരണം നോക്കാം. നീ അവിടെ എത്തുമ്പോഴേക്കും എല്ലാം തീർന്നിട്ടുണ്ടാകും എന്നങ്ങനെ പറയാൻ പറ്റും. വെൻ യു റീച്ച് ദെയർ എവ്രിതിങ് വിൽ ഹാവ് ഫിനിഷ്ഡ്. നീ അവിടെ എത്തുമ്പോഴേക്കും എല്ലാം തീർന്നിട്ടുണ്ടാകും. നമ്മളിപ്പോൾ നോക്കിയത് പോസിറ്റീവായിട്ടുള്ള രീതിയിൽ എങ്ങനെയാണ് വിൽ ഹാവ് വെച്ചിട്ടൊരു കാര്യം പറയുക എന്നുള്ളതാണ് നമ്മൾ നോക്കിയത്. അടുത്ത നമുക്ക് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. വില്ലിൻ്റെ കൂടെ ഒരു നോട്ട് ചേർത്ത് കൊടുത്താൽ മതി. വിൽ നോട്ട് എന്നും പറയാം, അതുപോലെ തന്നെ വോണ്ട് എന്നും പറയാൻ പറ്റുന്നതാണ്. ഞാൻ പഠിച്ചിട്ടുണ്ടാവില്ല എന്നങ്ങനെ പറയാൻ പറ്റും. ഐ വോണ്ട് ഹാവ് സ്റ്റഡീഡ്. ഞാൻ പഠിച്ചിട്ടുണ്ടാവില്ല. നമുക്കിതിൻ്റെ ഉദാഹരണ സഹിതം നോക്കാം. ഞാൻ ഉറങ്ങിയിട്ടുണ്ടാവില്ല എന്നങ്ങനെ പറയാൻ പറ്റും. ഐ വോണ്ട് ഹാവ് സ്ലെപ്റ്റ്. ഞാൻ ഉറങ്ങിയിട്ടുണ്ടാവില്ല. അവൻ അറിയിച്ചിട്ടുണ്ടാവില്ല എന്നങ്ങനെ പറയാൻ പറ്റും. അവൻ അറിയിച്ചിട്ടുണ്ടാവില്ല. ഹി വോണ്ട് ഹാവ് ഇൻഫോംഡ്. അവൻ അറിയിച്ചിട്ടുണ്ടാവില്ല. അവൾ തീർത്തിട്ടുണ്ടാവില്ല എന്നങ്ങനെ പറയാൻ പറ്റും. അവൾ തീർത്തിട്ടുണ്ടാവില്ല. ഷീ വോണ്ട് ഹാവ് ഫിനിഷ്ഡ്. അവൾ തീർത്തിട്ടുണ്ടാവില്ല. അവർ എത്തിയിട്ടുണ്ടാവില്ല എന്നങ്ങനെ പറയാൻ പറ്റും. അവർ എത്തിയിട്ടുണ്ടാവില്ല. ദേ വോണ്ട് ഹാവ് റീച്ച്ഡ്. അവർ എത്തിയിട്ടുണ്ടാവില്ല. നമുക്കടുത്തത് ഇതിന്റെ കൂടുതലായിട്ടുള്ള ഉദാഹരണങ്ങൾ നോക്കാം. ഞാൻ അവിടെ എത്തിയിട്ടുണ്ടാകില്ല എന്നങ്ങനെ പറയാൻ പറ്റും. ഭാവിയിൽ ഒരു സംഭവം നടന്നിട്ടുണ്ടാകില്ല എന്നാണ് പറയുന്നത്. ഐ വോണ്ട് ഹാവ് റീച്ച്ഡ് ദെയർ. ഞാൻ അവിടെ എത്തിയിട്ടുണ്ടാകില്ല. അടുത്ത ഉദാഹരണം നോക്കാം. നീ ഇവിടെ വരുമ്പോൾ അവൾ പോയിട്ടുണ്ടാകില്ല എന്നങ്ങനെ പറയാൻ പറ്റും. ഷീ വോണ്ട് ഹാവ് ലെഫ്റ്റ് വെൻ യു കം ഹിയർ. നീ ഇവിടെ വരുമ്പോൾ അവൾ പോയിട്ടുണ്ടാകില്ല. അടുത്ത ഉദാഹരണം നോക്കാം. നീ ഇവിടെ എത്തുന്നതിന് മുമ്പ് അവർ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ടാകില്ല എന്നങ്ങനെ പറയാൻ പറ്റും. ദേ വോണ്ട് ഹാവ് സ്റ്റാർട്ടഡ് ടു ഈറ്റ് ദ ഫുഡ് ബിഫോർ യു റീച്ച് ഹിയർ. നീ ഇവിടെ എത്തുന്നതിന് മുമ്പ് അവർ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ടാകില്ല. ടു ഈറ്റ് എന്ന് പറയുന്നത്, ടുവിന് അവിടെ അർത്ഥം വരുന്നത് കാൻ എന്നുള്ള ഒരു അർത്ഥമാണ് വരുന്നത്. ടു ഈറ്റ്, കഴിക്കാൻ എന്നുള്ള ഒരു അർത്ഥമാണ് വരുന്നത്. അടുത്ത ഉദാഹരണം നോക്കാം. നീ അവിടെ എത്തുന്നതിന് മുമ്പ് ബസ് പോയിട്ടുണ്ടാകില്ല എന്നങ്ങനെ പറയാൻ പറ്റും.
ദ ബസ് വോണ്ട് ഹാവ് ലെഫ്റ്റ് ബിഫോർ യു റീച്ച് ദെയർ. നീ അവിടെ എത്തുന്നതിന് മുമ്പ് ബസ് പോയിട്ടുണ്ടാകില്ല. അടുത്ത ഉദാഹരണം നോക്കാം. അവൻ 7 മണിക്ക് മുമ്പ് അവൻ്റെ ജോലി പൂർത്തിയാക്കിയിട്ടുണ്ടാകില്ല എന്നങ്ങനെ പറയാൻ പറ്റും. ഹി വോണ്ട് ഹാവ് കംപ്ലീറ്റഡ് ഹിസ് വർക്ക് ബിഫോർ 7 o'clock. അവൻ 7 മണിക്ക് മുമ്പ് അവൻ്റെ ജോലി പൂർത്തിയാക്കിയിട്ടുണ്ടാകില്ല. അടുത്ത ഉദാഹരണം നോക്കാം. ഞാൻ 2 മണിക്കുള്ളിൽ എൻ്റെ പരീക്ഷ പൂർത്തിയാക്കിയിട്ടുണ്ടാകില്ല എന്നങ്ങനെ പറയാൻ പറ്റും. ഐ വോണ്ട് ഹാവ് ഫിനിഷ്ഡ് മൈ എക്സാം ബൈ 2 o'clock. ഞാൻ 2 മണിക്കുള്ളിൽ എൻ്റെ പരീക്ഷ പൂർത്തിയാക്കിയിട്ടുണ്ടാകില്ല. അടുത്ത ഉദാഹരണം നോക്കാം. നമ്മൾ എത്തുന്നതിന് മുമ്പ് അമ്മ പ്രഭാത ഭക്ഷണം തയ്യാറാക്കിയിട്ടുണ്ടാകില്ല എന്നങ്ങനെ പറയാൻ പറ്റും. മൈ മദർ വിൽ നോട്ട് ഹാവ് പ്രിപ്പയർഡ് ബ്രേക്ക്ഫാസ്റ്റ് ബിഫോർ വി റീച്ച്. നമ്മൾ എത്തുന്നതിന് മുമ്പ് അമ്മ പ്രഭാത ഭക്ഷണം തയ്യാറാക്കിയിട്ടുണ്ടാകില്ല. അടുത്ത ഉദാഹരണം നോക്കാം. അച്ഛൻ അടുത്ത ആഴ്ച ലണ്ടനിൽ പോയിട്ടുണ്ടാകില്ല എന്നങ്ങനെ പറയാൻ പറ്റും. ഡാഡ് വിൽ നോട്ട് ഹാവ് ഗോൺ ടു ലണ്ടൻ നെക്സ്റ്റ് വീക്ക്. അച്ഛൻ അടുത്ത ആഴ്ച ലണ്ടനിൽ പോയിട്ടുണ്ടാകില്ല. ഇതിൻ്റെ അർത്ഥം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതിനനുസരിച്ച് തന്നെ സംസാരത്തിൽ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക. ചിലപ്പോൾ ഒറ്റ സെൻറ്റൻസ് മാത്രം പറയുമ്പോൾ പെട്ടെന്ന് അർത്ഥം മനസ്സിലായില്ല എന്ന് വരും. ഞാൻ പോയിട്ടുണ്ടാകുമെന്ന് പറയുമ്പോൾ പെട്ടെന്ന് മൈൻഡിലേക്ക് അർത്ഥം മനസ്സിലായില്ല എന്ന് വരും. പക്ഷേങ്കിൽ 2 സെൻറ്റൻസ് ആയിട്ട് കണക്ട് ചെയ്തിട്ട് പറയുമ്പോൾ ഞാൻ പോയിട്ടുണ്ടാകും, നീ എത്തുമ്പോഴേക്കും ഞാൻ പോയിട്ടുണ്ടാകും, അങ്ങനെ 2 സെൻറ്റൻസ് ആയിട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ അർത്ഥം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് വ്യക്തമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ അറിയിക്കാവുന്നതാണ്. കൂടാതെ എൻ്റെ വാട്സപ്പ് നമ്പറിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ മെസ്സേജ് അയച്ചുകൊണ്ട് നിങ്ങൾക്ക് ക്ലാസ് സംബന്ധമായിട്ടുള്ള എന്ത് സംശയങ്ങളും ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. കൂടാതെ നിങ്ങളുടെ ബന്ധപ്പെട്ടവരിലേക്ക് ഈ ഒരു വീഡിയോസ് എത്തിച്ചു കൊടുക്കുക. നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്താം. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ ഒരു ഷോർട്ട് ബ്രേക്ക്.